ഹായ്, ഗുഡ് ഈവനിങ് ആൾ. വിനബിൾ അക്കാഡമിയുടെ ഡയറക്ടർ കം മാസ്റ്റർ ഫൈസൽ സാർ, ട്രെയിനേഴ്സ് ടോക്കിൽ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഷെറീന മാം, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സായം സന്ധ്യ ആശംസിക്കുന്നു. സർ കേൾക്കുന്നുണ്ടോ? യെസ്, ഓഡിബിൾ ആണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് തസ്നി. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് സ്വദേശം. വിന്നബിൾ അക്കാഡമിയുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സിലെ 12ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത ഞാൻ ഒരു അക്കൗണ്ടന്റ് കൂടിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും പലരും ആശങ്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ തലത്തിലുള്ളവരും, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട ജീവിതത്തിലാണ്. എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം മനസ്സ് എന്ന അദൃശ്യ അവയവത്തെയാണ് സ്വാധീനിക്കുന്നത്. കുട്ടികൾക്ക് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, സ്കൂളിൽ പോകണം, ഹോംവർക്ക് ചെയ്യണം, ഗെയിം കളിക്കരുത് തുടങ്ങി പല വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ആശങ്കകളുമാണുള്ളത്. ഏത് ചെയ്താലാണ് ശരി, ഏത് ചെയ്താലാണ് തെറ്റ് എന്ന് കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ ആക്കവും പ്രായത്തിനനുസരിച്ച് കൂടുന്നു. ഇവിടെ പറഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ ആ സമ്മർദ്ദത്തെ പാരന്റ്സ് അടുത്ത് ചെന്നിരുന്ന് തമാശ പറഞ്ഞ്, കഥ പറഞ്ഞ്, കളികളിലൂടെ അതിലുപരി അവരെ ഒന്ന് ആശ്വസിപ്പിച്ച്, ഒന്ന് തലോടി, അവർ പറയുന്നതൊക്കെ കേട്ട് അവർക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിച്ചാൽ അവർ 10 മടങ്ങ് ഉഷാറാവും. ഇവിടെ നാം അറിയാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ചെയ്തു. അതിനകത്ത് വെർബൽ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അതിന്റെ റിസൾട്ട് കുട്ടിക്കും കിട്ടി, പേരൻസിനും കിട്ടി. അതിനാൽ അത് എഫക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുന്നത് രണ്ടുപേർക്കും ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സക്സസ്ഫുൾ റിസൾട്ട് കിട്ടിയപ്പോഴാണ്. WHO, അതായത് ലോകാരോഗ്യ സംഘടന, മനുഷ്യന് വേണ്ട ഹ്യൂമൻ സ്കിൽസിനെ 10 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഓരോ തലത്തിലും എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ട്രെയിനേഴ്സിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളെ മോൾഡ് ചെയ്ത് നല്ലൊരു ട്രെയിനേഴ്സ് ആക്കുന്നതിന് ഫുൾ ടൈം മെന്റർ ആയിട്ടാണ് നമ്മുടെ ഫൈസൽ സാർ എന്ന മാസ്റ്റർ ട്രെയിനർ നമ്മോടൊപ്പം ഉള്ളത്. വിന്നബിൾ അക്കാഡമി നടത്തുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന വെബിനാർ സെഷനിലാണ് ഇന്ന് നിൽക്കുന്നത്. ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സ് ആണ് ഇതിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത്. ഇന്നത്തെ വിഷയം കൗമാരകാലത്തെ അറിയാം എന്നതാണ്. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോട്ടിയിൽ നിന്നുള്ള ശ്രീജ ചെറിയോടൻ എന്ന അംഗൻവാടി ടീച്ചറാണ്. ശ്രീജ മേഡത്തെ ഈ സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൗമാരത്തിലേക്ക് കടന്ന കുട്ടിയുടെ അമ്മ കൂടിയായ എനിക്ക് ഈ സെഷന്റെ ആവശ്യകത പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്നുകിൽ കൗമാരക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൗമാരം കഴിഞ്ഞവരായിരിക്കാം, രക്ഷകർത്താക്കളോ ഒക്കെയാണ്. നാം ഓരോ ദിവസവും ടീനേജ് പ്രായത്തിലുള്ള ഓരോ കുട്ടികളെ ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാകാം. അപ്പോൾ ഈ വിഷയത്തിന്റെ കാലിക പ്രസക്തി പറയേണ്ടതില്ല. ഈ വിഷയം എത്രമാത്രം കാലിക പ്രസക്തമാണെന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിന് മൈക്ക് കൈമാറിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക്സ് ടു ആൾ. Thank you so much, Tasni. It was a great opening. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് തസ്നി ഇവിടെ നൽകിയത്. സോ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീജ മാം ആണ്. കൗമാരകാലത്തെ അറിയാം എന്ന ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് മാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ മാമിന് മൈക്ക് കൈമാറുകയാണ്. ഓൾ ദ ബെസ്റ്റ് മാം, ഓവർ ടു യു. നന്നായി പ്രസന്റ് ചെയ്യുക, നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിന് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വെൽക്കം ചെയ്ത തസ്നി, അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം സാറ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ വെൽക്കം സ്പീച്ചിലൊക്കെ അത് പരാമർശിച്ച് പോയിട്ടുണ്ട്. ഒരു കാലിക പ്രശസ്തിയുള്ള ഒരു വിഷയമാണ്. കൗമാരകാലത്തെ അറിയാം. അപ്പോ ഞാന് ആദ്യം തന്നെ ഈ ഒരു സെക്ഷനിൽ പങ്കാളികളായ എല്ലാവരുടെ അടുത്തും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. എന്താന്ന് വെച്ചാല്, നമുക്കറിയാം മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു 5 കാലഘട്ടമുണ്ട് അല്ലെ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങളടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ ഒരു കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ കാരണം എന്താണ്? അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ലാസ്റ്റ് അതിന്റെ ആൻസർ നമുക്ക് അവസാനം സംവദിക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം എന്നുള്ള രീതിക്കാണ്. ഞാന് ഈ ഒരു 5 കാലഘട്ടത്തിൽ എന്റെ ഇഷ്ടം നിങ്ങൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്റെ ഇഷ്ടം ഈ യൗവനമാണ്. അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. അത് ഞാൻ ലാസ്റ്റ് അവസാനം ഞാൻ നിങ്ങളുടെ അടുത്ത് സംവദിക്കുന്നതാണ്. എന്തായാലും ഈ എന്താന്ന് പറയാ, നമ്മുടെ ഈ ഒരു കൗമാരകാലത്തെ അറിയാം എന്ന് പറയുമ്പോൾ, മനുഷ്യ ജീവിതത്തില് ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം അല്ലെ? അപ്പോ നമുക്കറിയാം, നമുക്ക് 5 വിരൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആ ഒരു സെൻട്രലാണ് ആ ഒരു കാലഘട്ടം വരുന്നത്. നമ്മൾ പറഞ്ഞു, ഒരു ചില്ലുപാത്രം എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മൾ ഈ കൗമാര കാലഘട്ടത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭവിഷ്യത്ത് ഉണ്ടാവും. അത് ഉടഞ്ഞു പോകുമെന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനെ നോക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാല് ശാരീരികമായിട്ട് അവർ വളർന്നിട്ടുണ്ടാവും, പക്ഷെ മാനസികമായിട്ട് വളർന്നിട്ടുണ്ടാവില്ല. നീ കുട്ടിയാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാ മുതിർന്നതാണോ എന്ന് ചോദിച്ചാലല്ല. അപ്പോ ഞാൻ ഇതുപോലെ എൻ്റെ നമ്മുടെ അംഗൻവാടിയില് നമുക്കൊരു ഈ കുമാരികൾക്ക് ക്ലബ് ഉണ്ട്. ഇവൾക്ക് അഡോളസെന്റിന്റെ ഒരു ക്ലബ് ഉണ്ട്. ഈ ക്ലബിലേക്ക് നമ്മൾ ക്ലാസ്സിന് വിളിച്ച സമയത്ത് ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു കുട്ടി, ഞാൻ എൻ്റെ വീട്ടില് കുട്ടികളുടെ അടുത്ത് കൂടി കളിക്കുമ്പോൾ നീ എന്താ ചെറിയ കുട്ടിയാണോ, കുട്ടികളെ കൂടെ കളിക്കാൻ എന്ന് ചോദിക്കും. എന്നാ വലിയവർ സംസാരിക്കുമ്പോ അടുത്ത് ചെല്ലുമ്പോ അവര് ചോദിക്കും, ഇത് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ വിഷയമല്ല, നീ മാറി നിൽക്കുക. അപ്പോ എന്താണ് ഈ ഒരു അവസ്ഥ? ഞാൻ അപ്പോ ഏതിലാ നിൽക്കേണ്ടത്? അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന വല്ലാത്തൊരു കാലഘട്ടമാണ് കൗമാരം. ഇതിന് WHO ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് പ്രായം പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെയാണ്. അപ്പോ നമുക്ക് ടീനേജ് പ്രായം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അതായത് ഒരു ടീൻ വരുന്ന 30, 40, 50, 60, 70 അങ്ങനെ ആ ഒരു 80, 90 അങ്ങനെയാണ് നമ്മൾ ടീനേജ് എന്ന് ഈ ഒരു കാര്യത്തിൽ, ഈ കൗമാരകാലത്ത് നമ്മൾ പറയുന്നത്. ശരിക്കും നമുക്കുള്ള ആ ഒരു ചോദ്യങ്ങൾ, നമ്മളടുത്ത് ഈ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ടും ഉത്തരമില്ലാത്ത ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഇതില് ഒരുപാട് പ്രതിസന്ധികൾ, നമ്മുടെ ആ ഒരു മാറ്റങ്ങൾ എന്താന്ന് വെച്ചാല്, ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പൊ കൗമാരത്തിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് ഏകദേശം ഒരു ലൈംഗിക വളർച്ച, അതുപോലെ തന്നെ ശാരീരികമായ വളർച്ചയൊക്കെ ത്വരിതപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആൺകുട്ടികൾക്ക് ആൻഡ്രോജൻ, പെൺകുട്ടികളുടെ ഈസ്ട്രജൻ എന്നീ 2 ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനം ഈ സമയം കാര്യക്ഷമമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയാ, ഹെയർ ഗ്രോത്ത് ഗൃഹഭാഗത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ വരുന്ന ഒരു രോമ വളർച്ച, ഈ രോമ വളർച്ച അവർക്ക് വരുന്നതും, അതുപോലെ തന്നെ ആൺകുട്ടികളെ നമ്മൾ അറിയുന്നത് ഒരു 13 വയസ്സിന്റെ കഴിയുമ്പോൾ
13-15 വയസ്സിന്റെ ഇടയിൽ അവർക്ക് ശബ്ദത്തിന് ഒരു വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ അവര് ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് നീങ്ങി എന്ന് നമ്മൾ അറിയുന്നത്. ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്തന വളർച്ച. അപ്പൊ ഒരു 8 വയസ്സ് മുതൽ അവർക്ക് ഒരു സ്തന മൊട്ട് ഉണ്ടാവാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഇവരെ പരീക്ഷിക്കുന്നതും അല്ലെങ്കിൽ അവരെ കാണുന്നതും അവരോട് ഇടപഴകുന്ന ആളുകളാണ്. ഇവരെ ഈ ഒരു 9-15 ഏജിലാകുന്ന കുട്ടികൾക്ക് ഒരു ബോയ്സിന് വരുന്നൊരു മാറ്റം, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് പാർട്സിന്റെ ആ ഒരു വളർച്ച, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവരെ നമുക്ക് ഈ ഒരു പ്രായത്തെ നമ്മൾ പറഞ്ഞല്ലോ, ശരിക്കും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രായത്തെ നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ഒരു സമയം ഇവർക്കൊരു മുതിർന്ന പോലെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഞാനൊരു വലിയ ആളായി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം മുതിർന്നവരുമായിട്ട് കൂട്ടുകൂടാനാണ്. അതുപോലെ രക്ഷിതാക്കളിൽ നിന്ന്, നമ്മളെ അച്ഛൻ അമ്മയിൽ നിന്ന് അവർ ചിലപ്പോൾ അകന്ന് നിന്നിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ സേഫ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലം എന്താന്ന് വെച്ചാൽ അവരുടെ സുഹൃത്തുക്കളായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഇപ്പൊ കാലഘട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനെ നല്ലതാക്കാം, ചീത്തയാക്കാം. ചീത്തയാകാനും ഏറ്റവും നല്ലതാവാനും ഏറ്റവും ബെറ്റർ ആയ ഒരു കാലഘട്ടമാണ് കൗമാരം. ഇന്ന് നമ്മൾ കാണുന്ന കുട്ടികൾ പലരും ഈ ഒരു പ്രായത്തിൽ നിന്ന് ലഹരികൾക്ക് അടിമയാകുന്നവരുണ്ട്. ആ ഒരു പ്രായത്തിൽ അവരുടേതായ അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ചങ്ങാത്തം, ഈ വലിയവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അവരെ മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയയിലും കാണുന്ന വലിയൊരു കാഴ്ച തന്നെയാണ് കുട്ടികളുടെ അമിതമായ പല രീതിയിലുള്ള ലഹരി ഉപയോഗം. അതുപോലെ തന്നെ വേറൊരു കൗതുകകരമായ കാര്യം എന്ന് വെച്ചാൽ എതിർലിംഗത്തിനോടുള്ള ഒരു ഇഷ്ടം അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമയം. നമ്മളൊക്കെ ഈ ഒരു കാലം കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികൾ അങ്ങനത്തെ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം, പല രീതിയിൽ ഉപദേശിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാവാം. പക്ഷെ ഇതിന്റെ ഒരു ശാസ്ത്രം പറയുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെ ഒരു എതിർലിംഗത്തിനോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്നുള്ളതാണ്. ഇത് പല രീതിയിലും ആ ഒരു സമയത്താണ് ഇവർക്ക് ഈ പ്രേമനൈരാശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ കൗമാര കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടികളാണ് ഈ കൗമാരക്കാര്. നമുക്ക് അതിനുള്ള എല്ലാ അംഗൻവാടികളും ഇതിനുള്ള കൗമാര ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെ ചേർത്തുകൊണ്ടാണ്. നേരത്തെ നമ്മളത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടായിരുന്നു ആ ക്ലബ്ബുകൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്രമേണ പല ആരോപണങ്ങളും വന്നു. മാത്രല്ല കുറെ കാര്യങ്ങൾ നമ്മൾ ആൺകുട്ടികളെയും ഈ ഒരു കാര്യത്തിലേക്ക് എടുത്തുകൊണ്ട് അവർക്കും പലതായിട്ട് മാറി. ഇപ്പൊ നമ്മള് ഈ ഒരു രീതി തന്നെ എങ്ങനെയാണല്ലോ, നമ്മളെ വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ, ഇപ്പൊ കൗമാരക്കാരനും ഒരു കൗമാരക്കാരിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മള് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുക ആർക്കാ? ആൺകുട്ടികൾക്കായിരിക്കും. അവരെ നമ്മൾ എവിടെ വിടാനും തയ്യാറാവും. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ നമുക്കൊരു നമ്മളൊരു ലൈൻ ഇടും, ഒരു വരയിടും, ഇതിന്റെ അപ്പുറത്ത് നടക്കരുത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയും. ഈ കുട്ടികളെ നമ്മൾ വേണ്ട വിധത്തിൽ അഴിച്ചു വിടുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ നമ്മൾ രക്ഷിതാക്കള് തീർച്ചയായിട്ടും അനുഭവിക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോ നമ്മളെ ക്ലബ്ബ് രൂപീകരിച്ച് അതിലേക്ക് നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇതേപോലെ തന്നെ സ്കൂൾ കൗൺസിലേഴ്സ്, നമുക്ക് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല ക്ലാസ്സുകളും ആക്ടിവിറ്റീസും മറ്റൊക്കെ നൽകിക്കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ കുട്ടികൾ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത് ഇത്തരം അംഗൻവാടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഇങ്ങനെ ഓരോ ക്ലബ്ബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ ഒരു വെക്കേഷൻ സമയത്ത്
പലവിധ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഈ കുട്ടികളെ പറഞ്ഞയക്കാം. നമുക്കറിയാം, നമ്മളെ മക്കളായാലും നമുക്ക് എത്ര വിവരങ്ങൾ ഉണ്ടെങ്കിലും, എത്ര നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും കുട്ടികൾ. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. കാരണം വീട്ടിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ അടുത്ത് എൻ്റെ മക്കൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ അതിന് സൊല്യൂഷനും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ ആ ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ നിങ്ങളടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ കാര്യത്തിലൂടെ ഒക്കെ തന്നെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളത്. ഇനി നമുക്ക് വേറൊരു കാര്യം പറയണത്, ഇപ്പം അവരുടെ പിന്നെ കൗമാര കാലഘട്ടം എന്താണ്, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകത, അങ്ങനെ പിന്നെ അതിന്റെ ലക്ഷണങ്ങൾ എപ്പോഴാണ് കണ്ടു തുടങ്ങുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികൾ എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ശരിക്കും വേറെ കുറെ കാര്യങ്ങളോട് നമ്മൾ പറയണ്ടേ. അവരുടെ ആരോഗ്യം, ഭക്ഷണ രീതി, ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, നമ്മളൊക്കെ നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ആരോഗ്യമുള്ള തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും നമുക്ക് തീർച്ചയായിട്ടും ഉയർത്താൻ പറ്റുള്ളൂ. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വാഴത്തൈ നടുക എന്ന് വെച്ചോ. ആ വാഴത്തൈ നടുമ്പോ നമ്മൾ അതിനെ എങ്ങനെ പരിപാലിക്കും? നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നല്ലൊരു വാഴക്കുല, നല്ല ഒരു വാഴക്കുല, നല്ല ഫലം തരുന്ന ഒരു വാഴക്കുല നമുക്ക് വെട്ടാൻ പറ്റും, അല്ലെ? എന്ന പോലെ തന്നെ ഈ ഒരു കൗമാരക്കാരാണ് അടുത്ത ദമ്പതികളൊക്കെ ആയിട്ട് കപ്പിൾസ് ആയിട്ട് മാറുന്നത് ഈ കൗമാരക്കാരനൊക്കെയാണ്. അപ്പോ ഈ ഒരു കൗമാര പ്രായത്തിൽ തന്നെ അവരുടെ ആരോഗ്യവും ഭക്ഷണമൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകും. അവർക്ക് വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തൊക്കെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് അനുപൂരക പോഷകാഹാരം നൽകിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കൊടുക്കുന്നതിന് പ്ലസ് ചെയ്തുകൊണ്ട് തന്നെ അനുപൂരക പോഷകാഹാരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. മുത്താറി, അതുപോലെ ഗോതമ്പ് നുറുക്ക്, ശർക്കര, അതിലൊക്കെ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് അടങ്ങിയത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പെൺകുട്ടികളാവുമ്പോൾ മാസമുറ വരും. ഈ മാസമുറ വരുന്ന സമയത്ത് ആ ഒരു മാസത്തിൽ നമുക്ക് പുറത്തു പോകുന്ന ബ്ലഡ് നമുക്ക് തിരിച്ചുണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല അയൺ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇപ്പോ ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്, ചിലവരൊക്കെ നമ്മൾ ഈ ഒരു 18 വയസ്സ് 19 വയസ്സിലേക്ക് കല്യാണം കഴിച്ച കുട്ടികളെ എടുത്തു നോക്കി കഴിഞ്ഞാല് അവരുടെ പ്രസവ സമയത്ത് അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിൽ അവർക്ക് പ്രസവിക്കുന്ന കുഞ്ഞിന് വളരെയധികം തൂക്കക്കുറവ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. മാത്രല്ല ചിലത് അബോർഷൻ ആയി പോകുന്നുണ്ട്, ഗർഭം അലസുന്നു. ഇതൊക്കെ വരുന്നതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, തീർച്ചയായിട്ടും നമ്മൾ ആരംഭഘട്ടത്തിൽ വേണ്ടത്ര പരിപാലനം മക്കൾക്ക് കൊടുക്കാത്തതിന്റെ കാര്യം കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമയത്തല്ല അവരെ പരിപാലിക്കുന്നത്. കൗമാര കാലഘട്ടത്തിൽ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം നമ്മൾ നൽകണം. അവരെ ആരോഗ്യത്തെ പരിപാലിക്കൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇനി നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നോക്കിയാലും ഭയങ്കരമായിട്ട് അവരുടെ ഒരു കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൺകുട്ടികളായാലും ആൺകുട്ടികളൊക്കെ ഇറങ്ങി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു വണ്ടിയൊക്കെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിന്റെ കണ്ണാടി പോയിട്ട് ഒന്ന് തലമുടി ഒന്ന് റെഡിയാക്കും. ഒന്നിങ്ങനെ ആക്കിയിട്ടാണ് അടുത്തൊന്ന് ഫേസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ട് എന്നാ പറയുന്നത്. ഒരു രാജകുമാരൻ കാട്ടിലൂടെ അന്ന് ഈ കാട്ടിലെ രാജകുമാരൻ ഇവർക്കൊക്കെ നായാട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നായാട്ട് ചെയ്ത് ഇങ്ങനെ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ കുമാരൻ എന്ന് ഉദ്ദേശിക്കുന്ന കൗമാരത്തിലാണല്ലോ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഒരു സമയം ക്ഷീണിച്ച് കുറച്ച് തൊട്ടടുത്ത് ഒരു അരുവി കണ്ടു. അരുവിയിലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, നല്ല കണ്ണാടി പോലത്തെ വെള്ളമായിരിക്കും. ഈ വെള്ളത്തിൽ മുഖം കഴുകാൻ വേണ്ടി കുനിഞ്ഞ ആള്
ആ വെള്ളത്തിൽ പിന്നെ കുമാരന്റെ പ്രതിബിംബം കണ്ടു. അപ്പോഴാണ് ശരിക്കും ആ വെള്ളത്തിൽ കണ്ട പ്രതിബിംബം നോക്കിയപ്പോഴാണ് ആ കുമാരന്റെ ഭംഗി കുമാരൻ തിരിച്ചറിയുന്നത്. അപ്പോഴാ മനസ്സിലായത് ഇങ്ങനെ. അപ്പൊ കുറെ നേരം ആ അരുവിയിൽ ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ തന്റെ മുഖം നോക്കി നിന്നു എന്നുള്ളതാ. അത് മുതലാണത്രേ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാതെ നിൽക്കണമെന്ന് പറയുന്നു. ആ ഒരു ഇതിന് ശേഷം ഈ ഒരു കുമാരൻ ചെയ്തു വെച്ച ആ ഒരു കാര്യത്തിലാണ് പറയുന്നത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ രക്ഷിതാക്കൾക്ക് ഇതിനകത്ത് റോളുണ്ടോ? എങ്ങനെയാണ് നമ്മളെ അവരിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോ നമുക്കറിയാം, ഇന്നലെ നമുക്ക് നല്ല മനോഹരമായ ഒരു ക്ലാസ് ഇവിടെ ശ്യാം സാറ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരന്റിങ് ബോണ്ടിങ് ആയിരുന്നു. അതില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മള് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുക. അപ്പോ ശരിക്കും കുട്ടികൾ എന്ന് നമ്മളെ WHO ഒക്കെ പറയുന്നത് 18 വയസ്സ് വരെ കുട്ടികളായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. അപ്പോ കൗമാരകാലത്തില് അവര് കുട്ടികളാണ്. അപ്പൊ അവരെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കേണ്ടതുണ്ട്. അവർക്ക് പലപ്പോഴും നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവര് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ തട്ടിക്കളയും. നീ അത് കേൾക്കണ്ട എന്ന് പറയും. കുട്ടികളെടുത്ത് അങ്ങനെ ഈ ഒരു തട്ടിക്കളയുന്ന അവസരത്തിൽ മാനസികമായിട്ടും ഇവര് ഒന്ന് ഡൗൺ ആവും എന്നുള്ളതാണ്. അപ്പോ ആ ഡൗൺ ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ അവരെ കേൾക്കാനോ ഒന്നും പോകില്ല. ശരിക്കും നമ്മൾ അവരെ കേൾക്കണം എന്നുള്ളതാണ്. അവരെ എന്നല്ല, നമുക്ക് കുട്ടികളായാൽ ശരിക്കും ഈ ഒരു പ്രായം, ഈ പ്രായം പറഞ്ഞല്ലോ, മറ്റു പ്രായങ്ങളൊക്കെ നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുമെങ്കിലും ഇത് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തൊരു കാര്യം. ഇവരെ ഒരു പ്രകൃതം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു രീതിയാണ്. നമ്മൾ ആരെങ്കിലും അവരെ ഒന്ന് ഉപദേശിക്കാന്ന് കൂട്ടിക്കോ, ഉപദേശം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രായമാണ് കൗമാരം. ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് പഠിക്ക് എന്നിങ്ങനെ പാടി നോക്കി, അതും ഇഷ്ടമല്ല. പക്ഷെ നമ്മളെടുത്തേക്ക് അവരെ അടുപ്പിക്കണം. അതിന് നമുക്ക് കുറെ ട്രിക്കുകളൊക്കെ ചെയ്യാം. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അവർക്ക് കൃത്യമായിട്ട് നമുക്ക് അവരെ ഒന്നും വേണ്ട. രാവിലെ നമ്മളെ കുട്ടികൾ എണീറ്റ് വരുമ്പോ നമുക്കൊരു ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഒരു വിഷയം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ വിഷയം ഇത് കുട്ടികളെ അടുത്തൊന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും ഇതൊന്നും പെട്ടെന്നും പ്രാക്ടീസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും സക്സസ് ആയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോ അവരെ നമ്മളോട് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത കടയിൽ പോകാനും, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിലും അവർക്കൊരു റോള് കൊടുക്കാം. ഈ റോള് കൊടുക്കാത്ത പക്ഷം, അവരെ കേൾക്കാത്ത പക്ഷം ഒക്കെയാണ് ഈ ഒരു സമയം നമ്മളെ അടുത്തുനിന്ന് ഈ കുട്ടികൾ അകന്ന് പോകും. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രായമാണ് ഈ ഒരു കൗമാര കാലഘട്ടം. നമുക്കൊക്കെ എപ്പോഴും അറിയാമല്ലേ. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ആൺകുട്ടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈസ് വരിക വണ്ടിയോടായിരിക്കും. വണ്ടിയെടുത്ത് ആരടുത്ത് നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് ഓട്ടാനും പിന്നെ അതൊന്നും അവർക്കല്ല, അവരാ ഒരു ഇഷ്ടമാണ്. അതുപോലെ തന്നെ കളികൾ അവരിഷ്ടപ്പെടുന്നു. കളി കായികം കലകളൊക്കെ അവരിഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് ഇത്. പക്ഷെ നമ്മൾ ചില സമയം ഇവരൊക്കെ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതില്ലാതെ തന്നെ നമ്മളിലേക്ക് അവരെ അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഇതില് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ കൗമാര കാലത്തില് ഏറ്റവും സുപ്രധാന 2 പരീക്ഷകൾ നടക്കുന്ന സമയമാണ്. ഒന്ന് SSLC എക്സാം, +2 അല്ലെ. അപ്പോ ഇത് അവരെ വല്ലാതെ ഇങ്ങനെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കും. ഈ ഒരു പരീക്ഷന്റെ ഒരു ടെൻഷൻ, അതിന്റെ ഒരു സമ്മർദ്ദം, അതൊക്കെ അവർക്ക് വല്ലാതെ അവരെങ്ങനെ അലട്ടുന്ന, അല്ലെങ്കിൽ ഒരു രീതിയിൽ അവരെ ഇങ്ങനെ ഇറിറ്റേഷൻ എന്നൊക്കെ വരുന്ന ഒരു സമയം. ഇപ്പോ നമുക്ക് പരീക്ഷ, അപ്പൊ ഈ ഒരു
SSLC ആയാലും +2 ആയാലും അവരുടെ പരീക്ഷയുടെ മുന്നേക്കെ തന്നെ അവർക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ സ്കൂളുകൾ തയ്യാറാക്കും. എങ്ങനെ പരീക്ഷയെ നേരിടണം, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇവിടെ നമുക്കറിയാം ഈ ഒരു പരീക്ഷ ടൈമിലൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടത്ര കെയറിങ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിചാരിച്ച പോലുള്ള ഒരു വിജയം കൈവരിക്കാൻ മക്കൾക്ക് പറ്റൂല. അപ്പോ നമുക്ക് പിന്നെ ഇപ്പത്തെ നമുക്കറിയാം ഇന്നത്തെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എന്താണെന്ന് പോലും ചിലതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിലബസ് ആണ് പിന്നെ ഏത് കേരള സിലബസ് ആയാലും മറ്റായാലും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള പിന്നെ സന്ദർഭം സാഹചര്യം അവർക്ക് നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വിജയിക്കാൻ അവർക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു സമയത്ത് അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് വേണ്ടത്ര ഇപ്പൊ ഒരു വിഷയത്തില് ഒരു മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ നമ്മൾ അവരെ അഭിനന്ദിക്കുക. മാത്രമല്ല ഈ എല്ലാ വിഷയവും എടുത്തു നോക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റണം, ഈ ഒരു വിഷയത്തിലല്ലേ നിനക്ക് ഇത്ര മാർക്ക് കുറഞ്ഞുള്ളൂ, അടുത്ത പ്രാവശ്യം ഈ കുറഞ്ഞ മാർക്ക് ഒന്നും കൂട്ടാം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഫുൾ A+ വാങ്ങിയാൽ മാത്രമേ ആ കുട്ടിയെ നമ്മളെ കുട്ടിയായിട്ട് കാണാനും അംഗീകരിക്കാനും പറ്റൂ എന്നല്ല. ആ കുട്ടി SSLC പാസ്സായാൽ തന്നെ നമ്മൾ ആ കുട്ടിയെ നമ്മുടെ കുട്ടിയായിട്ടും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ അവ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭിനന്ദിക്കാൻ മറക്കരുത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പല രീതിയിലും പല സ്ഥലങ്ങളിലും പല ടോക്കിലൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്കിത് നമ്മുടെ വീട്ടില് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആകാൻ പറ്റുന്ന വലിയൊരു കാര്യം കൂടി തന്നെയാണ്. ഇനി ഈ ഒരു പരീക്ഷ ഭയം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ ഒരു കൗമാര കാലഘട്ടം എന്ന ടോപ്പിക് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഇതില് പിന്നെ പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് രക്ഷിതാക്കൾക്ക് ഈ റോളുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും രക്ഷിതാക്കള് നമ്മൾ രക്ഷിതാക്കളാണെങ്കിലും രക്ഷകരാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ശിക്ഷകരായി മാറാറുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ ഒരു പക്ഷേ നമ്മളെ മക്കൾക്ക് ശിക്ഷകരായിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു കാരണം. അതിലേക്ക് ഞാൻ നിങ്ങളെ ചെറിയൊരു കഥയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരിക്കൽ പിന്നെ ഒരു കുളത്തിൽ കുറെ തവളകൾ ഉണ്ടായിരുന്നു. ഈ തവളകള് പിന്നെ ആ ഒരു തവളകളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ശ്രീരാമ ഭക്തയായ ഒരു തവള ഉണ്ടായിരുന്നു. അപ്പോ എപ്പോഴും രാമ ആ ഒരു രീതിയിൽ, അതൊരു കഥയാണ്, രാമ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഒരു കാട്ടിലൂടെ ഇങ്ങനെ ശ്രീരാമൻ നടന്നു വരുമ്പോ കുറെ കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് നടന്ന് ക്ഷീണിച്ച സമയത്ത് ഈ കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ അമ്പും വില്ലും ഒക്കെ ഉണ്ട്. അപ്പോ ഈ ശ്രീരാമനാണ് വരുന്നത് എന്ന് കണ്ടപ്പം ഈ തവളയ്ക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ തവള ഒരു മാളത്തിൽ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കുന്നതിന് വേണ്ടി തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോഴാണ് ശ്രീരാമൻ ഈ ഒരു കുളത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തോളിലുള്ള വില്ല് എടുത്തിട്ട് ഇങ്ങനെ കുളത്തിന്റെ കരയിൽ പടവിൽ ഇങ്ങനെ കുത്തി. ഈ പടവില് കുത്തുന്ന സമയത്ത് ആ പടവില് നമ്മുടെ ഈ ശ്രീരാമ ഭക്തനായ തവള ഉണ്ടായിരുന്നു. അപ്പോ ഈ തവളയുടെ മുതുകത്താണ് ഈ പിന്നെ വില്ല് അദ്ദേഹം കുത്തിയത്. അപ്പോ ഈ മുഖം കഴുകി ഉയർന്ന ശ്രീരാമൻ ഈ കുളത്തിലെ വെള്ളം മുഴുവനായിട്ട് നല്ല ചുവപ്പ് നിറത്തിൽ കണ്ടു. അപ്പൊ ശ്രീരാമൻ എന്താ ഇതുവരെ ഈ ഒരു വെള്ളത്തിന് ഇങ്ങനെ ഒരു നിറൽ എന്തുകൊണ്ടാണ്? അപ്പോ ഈ തവളയുടെ കുറച്ച് പാതി ജീവൻ ബാക്കിയുണ്ട്. ഇങ്ങനെ പൊങ്ങിയ സമയത്ത് തവള ഇങ്ങനെ പൊങ്ങി വന്നു. അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഈ തവളയുടെ ഈ മുകളില് ഈ അമ്പ് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്ന് രക്തം വന്നിട്ടാണ് ഈ കുളത്തിലെ വെള്ളം നിറം മാറിയത്. അപ്പൊ ഇങ്ങനെ എപ്പോഴും രാമ എന്ന് പറഞ്ഞിട്ടാണ് തവള പൊങ്ങി വരുന്നത്. അപ്പോ പിന്നെ ശ്രീരാമന് ഭയങ്കര സങ്കടമായി. അപ്പോ ഒന്ന് കരയാൻ പാടില്ലായിരുന്നോ? ഞാൻ ഈ
അമ്പ് ഈ വില്ല് വെച്ച സമയത്തൊന്ന് കരയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ തവള പറയുന്നൊരു വാക്കുണ്ട്, അല്ലയോ ശ്രീരാമ, എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങയെയാണ് വിളിക്കുന്നത്, രാമ രാമ എന്ന് വിളിക്കുന്നത്. ആ അങ്ങ് തന്നെ എന്റെ മുതുകത്ത് ഈ വില്ല് വെക്കുമ്പോ പിന്നെ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട്. നമ്മുടെ മക്കള് നമ്മളെ പറയുന്നത് നമ്മൾ കേൾക്കാതെ വരുമ്പോ പിന്നെ നമ്മളോടല്ലായിരിക്കും അവര് പറയാ, അവര് പറയുന്നത് വേറെ ആരെങ്കിലും അടുത്തായിരിക്കും. അങ്ങനെയാണ് നമ്മളെ മക്കൾ നമ്മളെ അടുത്ത് നിന്ന് വിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോ ഈ ഒരു കഥയിൽ നിന്നും ശരിക്കും ഞാൻ ഈ ഒരു കഥ കേട്ട സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ മാത്രമാണ് ഞാൻ ചിന്തിച്ചത്, ആ ഒരു രീതി. അപ്പോ എപ്പോഴും നമ്മളെ മക്കളെ കേൾക്കാനും അവര് കുറച്ച് സമയം, ഒരു അരമണിക്കൂറുമെങ്കിലും നമ്മളുടെ മക്കളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മൾ തയ്യാറാവുന്ന ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ആ ഒരു സമയം നമുക്ക് നഷ്ടമല്ല. നമുക്ക് പിന്നീട് നഷ്ടപ്പെടുന്ന സമയത്തിന്റെ ആദ്യത്തെ പടിയായിരിക്കുമെന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ഒരു കൗമാരം എന്ന ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ പടുത്തുയർത്താൻ വേറെ എവിടെയും പോവേണ്ടതില്ല. അതിന്റെ ആദ്യ പടി നമ്മളെ രക്ഷിതാക്കളും നമ്മളെ വീടും തന്നെയാണെന്നതിൽ യാതൊരു സംശയമില്ല. നമുക്ക് വളർന്നു വരുന്ന ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കൗമാര കാലഘട്ടത്തിലെ കൗമാരക്കാരെയും കൗമാരക്കാരികളെയും കൗമാരക്കാരന്മാരൊക്കെ നമുക്ക് പടുത്തുയർത്താൻ പറ്റട്ടെ എന്ന് വിശ്വാസപൂർവം നിങ്ങളോട് സംവദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ശ്രീജ മാം. ഒരു ലൈഫിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും അഡോളസൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡൽട്ടിലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ കുട്ടിത്തത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുമില്ല. എന്നാൽ ഇത് രണ്ടിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണോ, ചിലപ്പോൾ പറയും അഡൽട്ടാണ്, നിങ്ങൾ വലുതായി, അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും നിങ്ങൾ കുട്ടികളാണ് എന്ന് പറയുന്ന ഒരു നിർണായകം, അതിനെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. സൈക്കോളജിക്കലി ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും. കുട്ടികൾക്ക് തന്നെ ഇതൊരു ഒരു പ്രശ്നമാണ്. കുട്ടികൾക്ക് തന്നെ തോന്നുകയാണ് ഇത് ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് അവർക്ക് തന്നെ ഒരു ക്രൈസിസ് രൂപപ്പെടുന്ന, സ്വന്തത്തെ കുറിച്ചുള്ള ഒരു ക്രൈസിസ് രൂപപ്പെടുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അഡോളസൻസ് ഏജ് ആണെന്നാണ് പറയുന്നത്. മനുഷ്യര് നമ്മൾ വിചാരിക്കും നമ്മൾ വലുതാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന, അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വളർച്ച ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നതും അഡോളസൻസ് ഏജ് ആണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അവരുടെ ഫിസിക്കലി മെന്റലി ഉള്ള വെൽബീയിങ്ങിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഗൈഡൻസും അതേപോലെ തന്നെ അവരെ മനസ്സിലാക്കിയും മുന്നേറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ അതിന് നിദാനമാകുന്ന കുറെ കാര്യങ്ങളാണ് ശ്രീജ മാം ഇവിടെ പറഞ്ഞു വെച്ചത്. സോ ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെഷൻ ആണ്. സോ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതേപോലെ തന്നെ ഒപ്പം തന്നെ ഫീഡ്ബാക്ക് പറയാനുമുള്ള അവസരമാണ്. സോ ഓവർ ടു ദ ഓഡിയൻസ്. നമസ്കാരം. നമസ്കാരം ബാബു സാർ. ഓൾ ലീഡേഴ്സ് ആൻഡ് പാർട്ടിസിപ്പൻസ്. വളരെ നല്ലൊരു സബ്ജക്റ്റ് ആണ് ഇവിടെ ശ്രീരാമൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം കൗമാര കാലഘട്ടം, അതായത് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്ന അല്ലെ, അവരിൽ നിന്നാണ് നമുക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ പാരന്റ്സ് വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിലൂടെയൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി. കൗമാര കാലഘട്ടം അതിനൊരു ചില്ല് പാത്രത്തിനോട് ഉപമിക്കുകയുണ്ടായി. കാരണം അത് വളരെ കെയർ ആയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. അതുപോലെ കൂട്ടുകെട്ടിനെ കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. കൂട്ടുകെട്ട് സ്വാഭാവികം മാത്രമാണ്, പക്ഷെ ആ കൂട്ടുകെട്ടിനെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു.
അതോടൊപ്പം തന്നെ പാരന്റ്സ് കുട്ടികളെ കൂട്ടി നിർത്തേണ്ടത്, അവർക്ക് ഉത്തരവാദിത്തം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി, അതായത് ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ടും അവർ ചെയ്യാൻ അതിൽ നിയോഗിച്ചുകൊണ്ടും അവരുടെ ഉത്തരവാദിത്വത്തിൽ വരേണ്ടതിനെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. പിന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ വിഷ് ചെയ്യേണ്ടത്, കാരണം അവരെ ഒരു അഭിനന്ദനമൊക്കെ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. പിന്നെ നമ്മുടെ ബോർഡർ ലൈൻ, അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് +2 ആണല്ലോ ബോർഡർ ലൈൻ, അതായത് ജീവിതത്തിന്റെ മറ്റൊരു വഴിത്തെറ്റ്, അതായത് പഠിത്തവും ബാലിശമായ കാര്യങ്ങൾ കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് നല്ലൊരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ആ ബോർഡർ ലൈനിനെ കുറിച്ചും പിള്ളേർക്ക്, അതായത് കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതുണ്ട്. നല്ല രീതിയിൽ, അതായത് പാരന്റ്സ് കൂടെ വെച്ചുകൊണ്ട് അവരെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ കൂട്ടുകാരാക്കേണ്ട സമയത്ത് കൂട്ടുകാരാക്കുകയും എന്നാൽ ശിക്ഷണവും കൊടുത്തുകൊണ്ടും ഒക്കെ മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. എന്തായാലും 2 കഥകളും ഒക്കെ ഇതിൻ്റെ അകത്ത് വന്ന് പെടുകയുണ്ടായി. അതും നല്ല കാര്യങ്ങളായിരുന്നു. ആ കഥകളിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ കണ്ണാടി നോക്കേണ്ട ഒരു സാഹചര്യം വന്നതിനെ കുറിച്ച് ഇവിടെ രാജാവ് അല്ലെ വെള്ളത്തിൽ നോക്കിയപ്പോൾ, സമുദ്രത്തിൽ നോക്കിയപ്പോൾ അവനവന്റെ സൗന്ദര്യം നോക്കിയിരുന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കേണ്ടായി. പിന്നെ പറഞ്ഞ തവളകളുടെ കഥ, അതും വളരെ അതായത് ഓർത്തിരിക്കേണ്ട, സ്മരിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കൗമാര കാലഘട്ടം നല്ലതാകാം, മോശമാകാം. ആ നല്ലതിനും മോശത്തിനെയും ഇടക്കുള്ള ഒരു കൂട്ടിപ്പിടുത്തൽ, അല്ലെങ്കിൽ നമ്മുടെ ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ച മാഡത്തിന് എത്രയും നന്ദി പറയാൻ ഈ സാഹചര്യം, ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഫൈസൽ സാറിന്റെ ഈ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇത് കേൾക്കുകയും അഭ്യസിക്കുകയും അല്ലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഫൈസൽ സാറിനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. അതോടൊപ്പം മാഡത്തിന്റെ ക്ലാസ് ഒട്ടും പുറകോട്ട് പോകാനല്ല, നല്ല രീതിയിലാണ് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നത്. കുറ്റപ്പെടുത്തുകളുടെ ഭാഗം മാത്രമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് പാരന്റ്സിന്റെ ഒരു ശ്രദ്ധക്കുറവ് അവിടെ വന്നത് കൊണ്ടാണ് കുറ്റപ്പെടുത്തുകളിന് ഇട കൊടുക്കേണ്ടത്. അത് അപ്രീസിയേഷനിലേക്ക് പോവുക, അഭിനന്ദനത്തിലേക്ക് പോയിക്കൊണ്ട് കുട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് കൂട്ടി നിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് അവരെ പോരായികളെ പതുക്കെ അവര് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് അവിടെ ചില്ലുപാത്രമൊക്കെ സൂചിപ്പിച്ചു. അത്തരത്തിലായിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മക്കൾ ഉപസംഹരിക്കുകയാണ്. നന്ദി സാർ. താങ്ക്സ് ടു ഓൾ. താങ്ക് യു സോ മച്ച് ബാബു സാർ. ഏറെക്കുറെ കാര്യങ്ങളും ബാബു സാർ ഇവിടെ ഒന്ന് പാരാഫ്രൈസിങ് ചെയ്തു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കുറെ ഇങ്ങനെ പറഞ്ഞു വെച്ചു. എന്തായാലും അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു, നോട്ട് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ, മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷം ബാബു സാർ. ആൻഡ് ഇനി അത് വേറെ ആരെങ്കിലും? ഹലോ ശ്രീജ മാം, സൂപ്പറായിരുന്നു. ശരിക്കും എനിക്കൊരു ശരിക്കും ഫീൽ ചെയ്ത ഒരു കംപ്ലീറ്റ്ലി ഒരു അഡോളസെന്റിന്റെ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ക്ലാസ് നടന്ന ഒരു ഫീല് തന്നെ എനിക്ക് കിട്ടി. ശരിക്കും സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും കൗമാരക്കാർക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ ശരിക്കും എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2 കുട്ടികള് കൗമാര കാലഘട്ടത്തിന്റെ പടിവാതിക്കൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ശരിക്കും ടീൻ എത്തിയില്ലെങ്കിൽ പോലും അവര് ശരിക്കും പ്യൂബർട്ടിയുടെ സമയത്താണ് ശരിക്കും നിൽക്കുന്നത്. ഇപ്പൊ കൗമാര കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ, ഇപ്പൊ പഴയതില് നേരത്തെ കൗമാര കാലഘട്ടം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ കുറച്ചുകൂടി നേരത്തെ ഏർലി സ്റ്റേജിൽ കൗമാര കാലഘട്ടം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു ബാല്യം അപഹരിക്കണ്ടോന്നൊരു സംശയം അല്ലെ. ശരിക്കും 8 വയസ്സ് മുതല് ഗേൾസിന് 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഗേൾസിന് പ്യൂബർട്ടി സ്റ്റേജിലേക്ക് എത്തും. അതുപോലെ ആൺകുട്ടികൾക്ക് 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്യൂബർട്ടി സ്റ്റേജിലേക്ക് അതെത്തുമെന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കൗമാര കാലഘട്ടം ഇപ്പൊ തന്നെ അത് നമ്മളുടെ ഫുഡിന്റെ ആവാം, അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിന്റെ ആവാം, എല്ലാം ആവാം, ജീവിത രീതിയുടെ ആവാം. പക്ഷെ ശരിക്കും അതൊരു സങ്കടകരമായ സത്യം തന്നെയാണ്. അത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്ര നേരത്തെ കൗമാര കാലഘട്ടത്തിലേക്ക് അവരുടെ ബാല്യം ശരിക്കും അപഹരിക്കുക ചെയ്യുക. അതൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പൊ പാരാഫ്രൈസിങ് ഞാൻ ചെയ്യുന്നില്ല, എന്തായാലും പറഞ്ഞല്ലോ. എന്തായാലും ഫൈസൽ സാറിന്റെ അടുത്ത സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ശ്രീജ മാമിനാണെന്ന് എനിക്ക് തോന്നുന്നു. മാം എന്ത് പറഞ്ഞാലും അതിനകത്തൊരു സ്റ്റോറി പറയാറുണ്ട്. അപ്പൊ
അടുത്ത ക്ലാസ്സില് ശ്രീജ മാമിന് ഏറ്റവും കൂടുതൽ കുറേ സ്റ്റോറി പറയാൻ പറ്റട്ടെ. സ്റ്റോറി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അങ്ങനെ അത് പറയാൻ പറ്റും. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ശ്രീജ മാം. താങ്ക് യു ഫൈസൽ സർ. താങ്ക് യു ലാലി. താങ്ക് യു ലാലി മാം. സന്തോഷം. അതേപോലെ തന്നെ ഇനി ആരാണ് നെക്സ്റ്റ് വരുന്നത്? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാലഘട്ടത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതാണ്? ഞാൻ പറഞ്ഞു എനിക്ക് യൗവനമാണ് ഇഷ്ടം. അത് പറയാൻ ഒരു കാര്യമുണ്ട്. നമുക്ക് എന്തിന്റെയും പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇന്ന് നടക്കുന്ന ഒരു കാര്യത്തിലും കാരണമില്ലാതെ ഒരു സംഗതിയും നമുക്ക് നടന്നിട്ടില്ല. അപ്പോ എന്റെ ശൈശവം, ബാല്യം, കൗമാരം എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് ഒന്നും ഓർക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. അതെന്താണെന്ന്, അതെങ്ങനെ ഈ ഒരു പറഞ്ഞ കാര്യത്തിലൂടെ ഒന്നും എനിക്ക് ശരിക്കും അതൊക്കെ ഓർക്കണമെങ്കിൽ എനിക്ക് അതിൽ അത്ര ഒരു എൻജോയിങ് ഇല്ല. പക്ഷെ എന്റെ യൗവനത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ യൗവനത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഓരോ കാലഘട്ടം ഉണ്ടാവും. നമ്മളെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്തത് എന്താണോ അതാണ് നമ്മളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. എന്നാൽ അതിൽ നമുക്ക് എൻജോയിങ് അല്ലാത്തതും നമ്മളെ മനസ്സിൽ ഏറ്റവും കുത്തി തറച്ച കാര്യങ്ങളും നമ്മൾ കൊണ്ട് നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻജോയിങ് എന്താണ്, ഞാൻ എന്താണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു കാലം എന്റെ യൗവനമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു യൗവനത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നതെന്നും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം ഈ ഒരു കാര്യത്തിൽ അറിയിച്ചാൽ പിന്നെ തരക്കേടില്ല എന്നും കൂടി നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. ശ്രീജ മാം, ഞാനത് പറയാൻ വിട്ടുപോയി. എന്താ ശരിക്കും പറഞ്ഞ എനിക്ക് ഏറ്റവും എന്റെ ഇഷ്ടം എന്റെ ബാല്യം തന്നെയാണ്. ഇതുവരെ എനിക്ക് ബാല്യത്തിൽ നിന്ന് പോരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്റെ മകളെ അഡോളസെന്റിലേക്ക് എത്തുകയാണെങ്കിൽ പോലും ചിലപ്പോ ഞങ്ങള് പുറത്തു പോകാനായിട്ട് റെഡി ആവുകയൊക്കെ ചെയ്യുമ്പോ അവരുടെ പപ്പ പറയും, ശരിക്കും കുട്ടി ഇതിനകത്ത് ആരാന്ന് എനിക്കൊരു സംശയമുണ്ട്. അമ്മയാണോ മോളാണോ കുട്ടി? ശരിക്കും എനിക്ക് കുട്ടിത്തലത്തിൽ നിന്ന് ഇതുവരെ വിട്ടുപോരാൻ സത്യത്തിൽ സാധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും യൗവനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നയിച്ച ശ്രീജ മാം, നമുക്കറിയാം സെഷൻ വളരെ മനോഹരമായി തന്നെ എടുത്തു. അതിന്റെ ഇടയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നെങ്കിൽ കൂടി അതിനെ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓവർകം ചെയ്തുകൊണ്ട് തന്നെ സെഷൻ ലീഡ് ചെയ്യാൻ പറ്റി. ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ ആരായി കഴിഞ്ഞാലും സെഷൻ എടുക്കുന്ന സമയത്ത് ഒരു പ്രിക്കോഷൻ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നടക്കുക എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുക. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ തന്നെ എപ്പോഴും ഏത് സെഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, ഈവൻ ഞാനായി കഴിഞ്ഞാലും ഏത് സെഷൻ എടുത്തു കഴിഞ്ഞാലും നെക്സ്റ്റ് സെഷൻ എടുക്കുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ ശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അത് കോണ്ടന്റിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പ്രസന്റേഷനിലായി കഴിഞ്ഞാലും ഒക്കെ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും നല്ലൊരു പഠിതാവാവുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ആയിട്ട് ശ്രീജ മാമിന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൺക്ലൂഷൻ എന്ന് വെച്ചാല് എന്തായാലും ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാനൊരു ട്രെയിനർ ആവുക എന്ന് തന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോ എന്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു വെബിനാറിൽ ഞാനൊരു 1 hour സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ഞാനിത് സാറ് എന്നോ പറഞ്ഞ അന്ന് മുതലേ ഇതിന്റെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നേരത്തെ തന്നെ ഇതിന് ഒരുങ്ങി. അപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കായിട്ട് നൽകി തന്ന നമ്മുടെ ഫൈസൽ സാറിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയണത്. കാരണം പറയാനുള്ള എന്താന്ന് വെച്ചാല്
നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഒരിക്കലും വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. ഏത് കാര്യത്തിന് എപ്പോ വിളിച്ചാലും പിന്നെ ഒരു പെട്ടെന്ന് തന്നെ മറുപടി. അത് വല്ലാത്തൊരു കഴിവാണ് സാർ. ഞാനത് സാറിനെ ഒരു പ്രത്യേകം അംഗീകരിക്കുകയാണ്. കാരണം ഇത്രയും ആളുകൾ സാറിന്റെ അടുത്ത് ഓരോന്നും ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും നമ്മളെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒക്കെ വലിയൊരു കാര്യമാണ്. അപ്പോ പിന്നെ ഇതിന് ഞാൻ ഇന്ന് സിസ്റ്റത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ ഇവിടെ ഇങ്ങനെ കറണ്ട് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ടുന്ന കറണ്ട് എന്നെ ചതിക്കല്ലേ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കാരണം സിസ്റ്റത്തിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വലുതായിട്ട് കാണുമല്ലോ, കൃത്യമായിട്ട് നമുക്ക് പറയല്ലോ എന്ന് കരുതിയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോ ആ ഒരു കുറച്ച് സമയം എങ്ങനെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് സാറ് നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ നേരത്തെ പറയുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് പല കാര്യങ്ങളും നമ്മളെ മുന്നിൽ പ്രതിസന്ധികളായിട്ട് വരും. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോ എന്റെ മുന്നിൽ ഇന്ന് ഈ ഒരു പ്രതിസന്ധിയായിട്ട് വന്നത് എനിക്ക് ശരിക്കും തീർച്ചയായിട്ടും അത് തരണം ചെയ്ത് നിങ്ങളൊപ്പം സംവദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ സാറിന് തരികയാണ്. അതുപോലെ തന്നെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും, ഈ ഒരു സമയം ശ്രവിച്ച, എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീജ മാം. തീർച്ചയായിട്ടും പലരും നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും 1 hour സെഷൻ ഞാൻ എങ്ങനെ എടുക്കുക, എത്ര സമയം എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ്. സോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു നിങ്ങളെ കൊണ്ട് തന്നെ തെളിയിച്ചിട്ട് പിന്നെ അത് പിന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോ 1 hour സെഷൻ എടുക്കാൻ എനിക്ക് പറ്റും. ഇനി ആരെങ്കിലും 1 hour സെഷൻ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ആദ്യത്തെ ചുവടുവെപ്പ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊന്ന് ചിറക് തരിക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞോളണം, അല്ലെ? നമുക്ക് ഈ കുട്ടികൾക്ക് നമ്മൾ പറയും എന്താണ്, ഉരുള വായൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വായയുടെ അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. ഇവര് വായ തുറക്കണമല്ലോ, എന്നാലും അവർക്ക് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചിറക് ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് പിന്നെ പറക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പറഞ്ഞോളൂ. അല്ല, അത് സാറേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പൊ അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇന്നലെ സാറിന് ചോദിച്ചു, സാറേ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാ, ഇതിലേക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതിന്റെ അടുത്ത് കൂടെ തന്നെ സാർ ഒരു കാര്യം പറഞ്ഞു പോയിട്ടില്ല. സാറ് പറഞ്ഞു എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്, എന്നാൽ അതിൽ എന്ത് പോയിന്റ് ചെയ്യണം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് ശരിക്കും നമ്മൾ തന്നെ നമ്മളായിട്ട് നിന്ന് നമ്മൾ തന്നെ പറയണം. കാരണം അത് പറ്റുമോ എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്നുള്ളത് തന്നെ ഇന്നലെ സാറിന്റെ ഒരു വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഒന്നും തന്നില്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. എന്തിന് നമ്മള് എണീറ്റ് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എണീക്കണം. അല്ലാതെ താങ്ങ് ആവശ്യമില്ല. നമുക്ക് താങ്ങ് തന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ താങ്ങ് തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് ഇന്ന് സാറിന്റെ മുന്നിൽ എനിക്കിന്ന് വരാൻ പറ്റിയ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും വലിയ സന്തോഷം. സോ നമ്മള് ട്രെയിനേഴ്സ് ടോക്കിലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ മനോഹരമായിട്ട് അവസാനിക്കുകയാണ്. സോ അടുത്ത ദിവസങ്ങളിലും ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ ട്രെയിനേഴ്സ് ടോക്കിൽ കടന്നു വരും. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരെയും പ്രചോദിപ്പിക്കുക. ഒരുപക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് പോലും ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. So all the best. Thank you everyone. So we are winding up. Thank you everyone. Bye bye. Good night. Bye bye. Good night.